6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റിലെ ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്ന പോയമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസും നമുക്കിന്ന് ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. There are many people who have a helping mentality. Helping others makes their life fruitful and beautiful. Here is a poem that describes the thoughts of such a person. സഹായിക്കാനുള്ള മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതം സഫലവും സുന്ദരവുമാകുന്നു. അത്തരത്തിലുള്ള ഒരാളുടെ ചിന്തയാണ് ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നത്. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്. ഒരു ഹൃദയം തകരുന്നത് തടയാൻ എനിക്കു കഴിഞ്ഞാൽ. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്, ഐ ഷാൾ നോട്ട് ലിവ് ഇൻ വെയിൻ. ഇഫ് ഐ ക്യാൻ ഈസ് വൺ ലൈഫ് that is aching, or cool one pain, or help one fainting robin unto his nest again, I shall not live in vain. ഒരു ഹൃദയം തകരുന്നത് തടയാൻ എനിക്കു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വെറുതെയാവുകയില്ല. ഒരാളുടെ ജീവിതത്തിലെ വേദനയെ കുറയ്ക്കാൻ കഴിഞ്ഞാൽ, ഒരാളുടെ വേദനയെ തണുപ്പിക്കാൻ കഴിഞ്ഞാൽ, മയങ്ങി വീണ ഒരു കുരുവിയെ സഹായിച്ച് അതിൻ്റെ കൂട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വെറുതെയാവുകയില്ല. ഇനി പോയറ്റിനെക്കുറിച്ച് മനസ്സിലാക്കാം. എമിലി ഡിക്കിൻസൺ വാസ് ആൻ അമേരിക്കൻ പോയറ്റ്. ഷീ വാസ് ബോൺ ഇൻ അമേഴ്സ്റ്റ്, മസാച്യുസെറ്റ്സ്. She is regarded as one of America's greatest poets and is well known for her unusual life of self-imposed social seclusion. Most of her poems deal with themes of death and immortality. എമിലി ഡിക്കിൻസൺ ഒരു അമേരിക്കൻ കവിയാണ്. മസാച്യുസെറ്റ്സിലെ ആംഹേഴ്സ്റ്റിലാണ് അവർ ജനിച്ചത്. അമേരിക്കയിലെ അതിപ്രശസ്തരായ കവികളിൽ ഒരാളായ അവർ ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ കവിതകളിലെല്ലാം മരണവും അനശ്വരതയുമാണ് ഇതിവൃത്തമായിട്ടുള്ളത്. ഇനി ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നോക്കാം. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, വാട്ട് ഈസ് ദ റിയൽ വേ ഓഫ് മേക്കിംഗ് വൺസ് ലൈഫ് മീനിങ്? ഒരാളുടെ ജീവിതം എങ്ങനെ അർത്ഥവത്താകുന്നു എന്നാണ് കവി പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, helping others is the real way of making one's life meaningful. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം അർത്ഥവത്താകുന്നത് എന്നാണ് കവി പറയുന്നത്. Why does the poet repeat the line I shall not live in vain in this poem? എൻ്റെ ജീവിതം വെറുതെയാകുന്നില്ല എന്ന വരി വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ്? If anyone ready to help others, he or she lives not in vain. Their lives are meaningful. To give more power to that idea, the poet repeats the line. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരാളുടെ ജീവിതം വെറുതെയാകുന്നില്ല, അവരുടെ ജീവിതം അർത്ഥപൂർണമാകുന്നു. ഈ ആശയത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാണ് കവി ഈ വരികൾ ആവർത്തിച്ചു പറയുന്നത്. ഹെൽപ്പിംഗ് എ ബേർഡ് ഈസ് ആൻ ആക്ട് ഓഫ് കൈൻഡ്നസ്. പിക്ക് ഔട്ട് ഫ്രം ദ പോയം ദ ലൈൻ വിച്ച് ബെയേഴ്സ് ദ സെയിം മീനിങ്. ഒരു പക്ഷിയെ സഹായിക്കുന്നത് ഒരു കാരുണ്യമാണ്. ആ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്നും എടുത്തെഴുതുക. ഓർ ഹെൽപ്പ് വൺ ഫെയിൻറ്റിംഗ് റോബിൻ unto his nest again. I shall not live in vain. Pick out the words used in the poem that show physical suffering or discomfort. ശാരീരികമായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കാണിക്കാനായി കവി ഉപയോഗിച്ചിരിക്കുന്ന വരികൾ എടുത്തെഴുതുക. If one can ease
one life that is aching or cool one pain. The title of the poem, If I Can Stop One Heart from Breaking, tells us about the importance of helping others. How do you feel when you help others? മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ കവി പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? When I help others, I feel happy and satisfied. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നു. Choose a suitable theme for the poem from the box given below. താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഈ കവിതയ്ക്ക് ഇണങ്ങുന്ന ഒരു ആശയം എഴുതുക. കൈൻഡ്നസ്, കാരുണ്യത്തെക്കുറിച്ചും മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമല്ലേ ഈ കവിതയിൽ പറയുന്നത്? ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ശരിയായത് തിരഞ്ഞെടുക്കുക. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്? ഒരാളുടെ ഹൃദയം തകരുന്നത് തടയുക എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? കംഫർട്ട് എ പേഴ്സൺ വെൻ വൺ ഈസ് സാഡ്. ദുഃഖത്തിലായിരിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുക. ഐ ഷാൾ നോട്ട് ലിവ് ഇൻ വെയിൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്യൂട്ട്സ് ദ മീനിങ് ഓഫ് ദിസ് ലൈൻ? എൻ്റെ ജീവിതം വെറുതെയാവുകയില്ല എന്ന കവിതയിലെ വരികളുമായി ചേരുന്ന അർത്ഥമെന്താണ്? മൈ ലൈഫ് വിൽ ബി മീനിങ് ഫുൾ. എൻ്റെ ജീവിതം അർത്ഥവത്താകും. ദ പോയറ്റ് ഡസ് നോട്ട് വാണ്ട് ടു. പോയറ്റ് ഇത് ആഗ്രഹിക്കുന്നില്ല. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് പോയറ്റ് ആഗ്രഹിക്കാത്തത്? ഹർട്ട് ദ വൺ ഹൂ ഈസ് ഹാപ്പി. സന്തോഷമായിരിക്കുന്ന ഒരാളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. You may also want to do the following things like the poet. Prioritize them according to your preference. കവിയെ പോലെ നിങ്ങൾക്കും താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മുൻഗണനാക്രമത്തിൽ എഴുതൂ. ഓരോ കൂട്ടുകാർക്കും ഓരോ മുൻഗണനാക്രമമായിരിക്കും. അതനുസരിച്ച് ക്രമത്തിൽ എഴുതിയാൽ മതി. Read the following dialogues. സംഭാഷണങ്ങൾ വായിക്കൂ. I like giving food to a hungry man. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. ഒരു കുട്ടി പറയുന്നു. I am ready to clean the road. റോഡ് വൃത്തിയാക്കാൻ ഞാൻ റെഡിയാണ്. മറ്റൊരാൾ. I like feeding birds. കിളികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. മറ്റൊരു കൂട്ടുകാരിയുടെ അഭിപ്രായം. What are some other ways in which you can help others? മറ്റുള്ളവരെ സഹായിക്കാനുള്ള മറ്റു വഴികൾ ഏതൊക്കെയാണ്? List them out in the given space. അതൊന്ന് ലിസ്റ്റ് ചെയ്യൂ. ഒരു ഉദാഹരണം നോക്കാം. I like helping my mother in the kitchen. അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ എനിക്കിഷ്ടമാണ്. I like watering the plants. ചെടികൾ നനയ്ക്കാൻ എനിക്കിഷ്ടമാണ്. I like to help aged people to cross the road. റോഡ് മുറിച്ചു കടക്കാൻ പ്രായമായവരെ സഹായിക്കുന്നത് എനിക്കിഷ്ടമാണ്. I like to clean my home. വീട് വൃത്തിയാക്കാൻ എനിക്കിഷ്ടമാണ്. I like to clean my surroundings. പരിസരം വൃത്തിയാക്കാൻ എനിക്കിഷ്ടമാണ്. I like to clean the classroom. ക്ലാസ് റൂം വൃത്തിയാക്കാൻ എനിക്കിഷ്ടമാണ്. I like to take our friends to the doctor when they are ill. കൂട്ടുകാർക്ക് അസുഖം വരുമ്പോൾ അവരെ ഡോക്ടറെ കാണിക്കാൻ എനിക്കിഷ്ടമാണ്. I like to take care of the baby when my aunt is busy. എൻ്റെ ആൻറ്റിക്ക് തിരക്കായിരിക്കുമ്പോൾ അവരുടെ കുഞ്ഞിനെ നോക്കാൻ എനിക്കിഷ്ടമാണ്. I like to go for shopping when my parents are busy.
എൻ്റെ മാതാപിതാക്കൾക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്കിഷ്ടമാണ്. I like to help my neighbors when they need. അയൽക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ സഹായിക്കാൻ എനിക്കിഷ്ടമാണ്. ഓരോ കൂട്ടുകാർക്കും ഓരോ തരം സഹായങ്ങൾ ചെയ്യാനായിരിക്കും ഇഷ്ടം. ഓരോന്നും അവരവർ ഇതുപോലെ എഴുതുമല്ലോ. 5-ാമത്തെ യൂണിറ്റിലെ പോയവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.